ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വാട്ടർ ക്യാൻഡിൽസ് ഉണ്ടാക്കിയെടുക്കാമെന്ന വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 3 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേലോട്ട് 2 ഡ്രോപ്പ് ഉജാലയും, മൂന്നാമത്തെ ബൗളിലോട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബൗളിനേക്കാളും ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നടുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് തിരിയിട്ട് കൊടുക്കണം. ഞാനിവിടെ തിരിന്ന് മെഴുകെല്ലാം കളഞ്ഞെടുത്തിട്ട് ആ നടുവിൽ തിരി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കോട്ടൺ ക്ലോത്ത് ചുരുട്ടിയെടുത്ത് തിരിയായിട്ട് ഉപയോഗിക്കാം. ഇനി ഞാൻ ഓരോ ബൗളിലോട്ടും 2 ടേബിൾ സ്പൂൺ വീതം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പപ്പടമൊക്കെ കാച്ചിയിട്ട് ബാക്കി വന്നിരിക്കുന്ന എണ്ണയാണ്. അപ്പോൾ ഈ എണ്ണ കത്തിക്കുമ്പോൾ കുറച്ച് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഓരോ ഡ്രോപ്പ് വീതം ഞാൻ ഓരോ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ തിരി എണ്ണയിൽ മുക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പ്ലാസ്റ്റിക്കിലോട്ട് ഈ തിരി കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ തിരി കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ ക്യാൻഡിൽസ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു വൈൻ ഗ്ലാസ്സിലും പിന്നെ ഒരു സാധാരണ ഗ്ലാസ്സിലും ഒന്ന് വേറെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ ക്യാൻഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വാട്ടർ ക്യാൻഡിൽസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്ത് നമുക്ക് വാട്ടർ ക്യാൻഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.